ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എത്ര സിമ്പിളായി നല്ല ടേസ്റ്റിയായ ഇറച്ചിച്ചോറ് തയ്യാറാക്കിയെടുക്കാം നോക്കാം. അതിനായി ആവശ്യമായിട്ടുള്ളത് ഒരു വെല്ലുള്ളി, 7 ചെറിയുള്ളി, കറിവേപ്പില, 3 പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, തക്കാളി പേസ്റ്റ് ചെയ്തത്. അരിയൊന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കിനും നമുക്ക് മസാല എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി കാത്തിരിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചെറിയുള്ളിയും വലിയുള്ളിയും കൂടിയും ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊന്ന് വഴറ്റി വരണം. നല്ല പരിവായി വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു ഐറ്റമാണ് ഇത്. എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ്. അതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ആദ്യം നമ്മൾ ചേർക്കരുത്, അപ്പോൾ ഒന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടൊമാറ്റോ ആണ് ഒന്ന് പേസ്റ്റ് ആക്കാൻ എടുത്തത്. ചെറുതായതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. പിന്നെ മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ബിരിയാണി മസാല, ഇറച്ചി മസാല, ഇതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ബീഫ് വെച്ചിട്ടാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റിയായ ഒരു ഐറ്റമാണ്. മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണിത്. നമുക്ക് ആ മസാലേൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ബീഫ് ഞാനിവിടെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് അധികം വേവാനുണ്ടാവില്ല. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബീഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മോൻ്റെ അക്കീക്കത്ത് അറുത്തീനു. അതിൻ്റെ ബാക്കിയുള്ള ബീഫാണ്. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല ടേസ്റ്റി ഐറ്റമാണ് കേട്ടോ. നല്ലൊന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പം ഞാനിതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉപ്പിട്ട് കൊടുത്തിനു. അതൊന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കാം. അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. വലിയ പണിയൊന്നുമില്ല. നല്ല സിമ്പിളായ ഒരു ഐറ്റമാണ്. നമുക്ക് ലഞ്ചിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പിന്നെ ഞാൻ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തു. ഒന്ന് തള വരുമ്പോഴത്തേക്കിനും എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു. ഞാൻ ഉപ്പൊന്ന് കുറവായതുപോലെ തോന്നി, കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിരുന്നു. പിന്നെ അതിലേക്ക് 2-3 കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെറുതെ ഒരു ടേസ്റ്റിനായിട്ട് നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കിലോ വെക്കാൻ വിചാരിച്ചത്. അപ്പം ആ ഒരു പാകത്തിനുള്ള ഇറച്ചിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം അരി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കുക്കർ മൂടി വെച്ച് നമുക്കൊരു വിസിലോ അല്ലെങ്കിൽ 2 വിസിലോ മതിയാവും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ അത് നല്ലോണം വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ഒരു ഐറ്റമാണ്. മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ തിന്നാൻ തോന്നില്ല. ഞാൻ അപ്പം തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് നന്നായി കഴിച്ച്. നല്ല ടേസ്റ്റി ആയിട്ടാണ്.